ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. മാൽദ്വീപ്സ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തി. തൂത്തുക്കുടിയിൽ 4800 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിക്കും. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. കൊല്ലത്ത് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ തേവലക്കര ഹൈസ്കൂളിലെ മാനേജരെ പിരിച്ചുവിട്ടു. സ്കൂൾ ഭരണം താൽക്കാലികമായി കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 1999ലെ കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയെ ആദരിക്കുന്നതിനായി രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കേരളത്തിലും വിവിധ പരിപാടികളോടെ വിജയ് ദിവസ് ആചരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 124ാം പതിപ്പാണിത്. പരിപാടിയുടെ മലയാള പരിഭാഷയും തുടർന്ന് കേൾക്കാം. പാർലമെന്റ് അംഗമെന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച 17 എംപിമാർക്ക് സൻസദ് രത്ന പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കൊല്ലത്ത് നിന്നുള്ള ലോക്സഭാംഗം എൻ കെ പ്രേമചന്ദ്രനും പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. എല്ലാ പഞ്ചായത്തിലും ഒരു ഡിസ്പെൻസറി എന്ന സ്വപ്നസമാനമായ നേട്ടത്തിന് അരികെയാണ് കേരളമെന്ന് മന്ത്രി വീണ ജോർജ്. കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മലയോര പ്രദേശങ്ങളിൽ രാത്രികാല യാത്ര നിരോധിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 30 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലെ കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് 3 ദിവസത്തിനകം 1.25 ലക്ഷം അപേക്ഷകൾ ലഭിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പേര് ചേർക്കൽ, സ്ഥാനമാറ്റം, ഒഴിവാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട അപേക്ഷകളാണ് ലഭിച്ചത്. അടുത്ത മാസം 7 വരെ scc.kerala.gov.in വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. തിരുവനന്തപുരം ഡിസിസി പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചു. രാജി സ്വീകരിച്ചതായി കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. സംവിധായകൻ കെ മധുവിനെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കി. മുതിർന്ന രാഷ്ട്രീയ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അശോക് ഗജപതി രാജു ഗോവയുടെ പുതിയ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തു. പനാജി രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അലോക് ആരാധെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ത്യയ്ക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് കൂറ്റൻ ലീഡ്. 2ാം ഇന്നിംഗ്സ് തകർച്ചയോടെ തുടങ്ങിയ ഇന്ത്യ 4ാം ദിനം ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 2 വിക്കറ്റിന് 88 റൺസ് എന്ന നിലയിലാണ്. നിലവിൽ ഇംഗ്ലണ്ടിന് 223 റൺസ് ലീഡാണ് ഉള്ളത്. കണ്ണൂർ പഴയങ്ങാടിക്കടുത്ത് ചൂട്ടാട് ഫൈബർ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. കന്യാകുമാരി സ്വദേശി ആന്റണിയാണ് മരിച്ചത്. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരെ പരിക്കുകളോടെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്തെ കായികാധ്യാപകരുടെ സംരക്ഷണത്തിന് സുപ്രധാന നടപടിയുമായി സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. കൊൽക്കത്തയിൽ നടന്ന ഏഷ്യൻ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ദേവനന്ദ 55 കിലോഗ്രാമിന് താഴെയുള്ള ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ വിജയിയായി. സെർബിയയിൽ നടക്കുന്ന ലോക ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ദേവനന്ദ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യും. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ യാനങ്ങളിൽ ട്രാൻസ്പോണ്ടറുകൾ ഘടിപ്പിച്ചു തുടങ്ങി. കേന്ദ്ര, സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി വഴി ISRO വികസിപ്പിച്ചെടുത്ത പ്രത്യേക ട്രാൻസ്പോണ്ടറുകളാണ് യാനങ്ങളിൽ ഘടിപ്പിക്കുന്നത്. 2025ലെ തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിന് വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ബോധവൽക്കരണ പരിപാടിയുമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക പുതുക്കൽ ഉൾപ്പെടെയുള്ള പ്രക്രിയകളിൽ അവബോധമുണ്ടാക്കുകയാണ് ലീപ് കേരള ബോധവൽക്കരണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഉൽപാദനശേഷി വർദ്ധിപ്പിച്ച പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. ആദ്യഘട്ടത്തിലെ 37.5 മെഗാവാട്ട് ഉൽപാദനമാണ് 60 മെഗാവാട്ടായി ഉയർത്തിയിരിക്കുന്നതെന്ന് കേരള വൈദ്യുതി ബോർഡ് ഡയറക്ടർ ജി സജീവ് പറഞ്ഞു. പെൺകുട്ടികൾക്കിടയിലെ ആത്മഹത്യാ പ്രവണത ആശങ്ക ഉളവാക്കുന്നതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ. സ്ത്രീകൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ തെറ്റായ പരാമർശങ്ങൾ നടത്തുന്ന പ്രവണത വർദ്ധിച്ചുവരുന്നതായും ഇത് സ്ത്രീ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി യൂണിറ്റുകൾക്ക് കെട്ടിട നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ചർക്കകളും തറികളും മറ്റ് ഉപകരണങ്ങളും വാങ്ങുന്നതിനും 100% സബ്സിഡി നൽകാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകി. ഉത്തരവ് ഖാദി മേഖലയിൽ ഉണർവേകുമെന്ന് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പറഞ്ഞു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.